ലോകത്തിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു അലങ്കാര പുഷ്പമാണ് സീനിയ. 12 ഇതളുകളുള്ള പൂക്കളാണ് സീനിയയ്ക്കുള്ളത്. സീനിയ ചെടികൾ കൃഷി ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. ചിലയിടങ്ങളിൽ കീടങ്ങളെ അകറ്റാൻ വേണ്ടി വിളകൾക്കിടയിൽ സീനിയ കൃഷി ചെയ്യാറുണ്ട്. ഈ പൂക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ ആകർഷകമായ നിറം തന്നെയാണ്. എന്നാൽ ഇതിനു പുറമെ ഈ പൂക്കൾക്ക് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. അതെന്താണെന്നറിയാമോ? ബഹിരാകാശത്ത് വിരിഞ്ഞ ആദ്യത്തെ പുഷ്പമാണ് സീനിയ. 2016-ൽ ബഹിരാകാശ നിലയത്തിലെ കൃഷിസ്ഥലത്താണ് സീനിയ വിരിഞ്ഞത്. 2015-ൽ നിലയത്തിലുണ്ടായിരുന്ന ബഹിരാകാശ യാത്രികനായ ജൽ ലിംഗ്രനാണ് ബഹിരാകാശ കൃഷിക്ക് തുടക്കമിട്ടത്. ബഹിരാകാശ നിലയത്തിലെ കൃത്രിമ സംവിധാനത്തിലാണ് ചെടി വളർത്തിയെടുത്തത്. ചുവപ്പ്, നീല, പച്ച നിറങ്ങളിലുള്ള LED ലൈറ്റുകൾ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന് സമാനമായ അന്തരീക്ഷം ചെടികൾക്കായി അവിടെ സൃഷ്ടിക്കുകയായിരുന്നു. മെയ് 2014-ലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വെജി ലാബ് സ്ഥാപിക്കുന്നത്. ഗുരുത്വാകർഷണത്തിന്റെ അഭാവത്തിൽ ചെടികൾ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന പഠനമാണ് അവിടെ നടക്കുന്നത്. ചീര ഇനത്തിലുള്ള ഒരു ചെടിയാണ് പരീക്ഷണശാലയിൽ ആദ്യം നട്ടത്. എന്നാൽ അത് ശരിക്ക് വളർന്നില്ല. രണ്ടാമത് നട്ട ചെടി വിജയകരമായി കായ്ച്ചു. അന്നത്തെ എക്സ്പെഡിഷൻ 46 ദൗത്യ കമാൻഡറായ സ്കോട്ട് കെല്ലി ഇതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. എന്നാൽ 2025 ജൂൺ 26-ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ പച്ചക്കറി കൃഷിയും വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ഉലുവയും ചെറുപയറുമാണ് ശുഭാംശു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മുളപ്പിച്ചത്. പരീക്ഷണങ്ങളുടെ ഭാഗമായാണ് ശുഭാംശു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിത്തുകൾ മുളപ്പിച്ചത്. കർണാടകത്തിലെ ധാർവാഡ് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസസിലെ രവികുമാർ ഹെസമാനി, ധാർവാഡ് IIT-യിലെ സുധീർ സിദ്ധറെഡ്ഡി എന്നീ ഗവേഷകർക്ക് വേണ്ടിയാണ് ശുഭാംശു വിത്ത് മുളപ്പിക്കൽ പരീക്ഷണങ്ങൾ നടത്തിയത്. വിത്ത് മുളയ്ക്കലിനെയും ചെടികളുടെ പ്രാരംഭ വളർച്ചാഘട്ടത്തെയും മൈക്രോഗ്രാവിറ്റി എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പഠിക്കാനുള്ള ഗവേഷണത്തിന്റെ ഭാഗമായായിരുന്നു ഈ പരീക്ഷണങ്ങൾ.